മീഡിയ നെറ്റ് ഒരുക്കുന്ന കാഴ്ചപ്പാടിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിയുകയും അധികാര സ്ഥാനങ്ങളിലേക്ക് ബഹുമാന്യരായ ആളുകൾ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പ്രവർത്തനക്ഷമമാവുകയാണ്. ലോക വിനോദസഞ്ചാര ഭൂപടത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട മൂന്നാറിൽ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? മൂന്നാറുമായി ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമോ? പുതിയ പ്രസിഡന്റുമായി ഒരു സംവാദം. ഇന്നിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്കെത്തിയിരിക്കുന്നത് ശ്രീ എസ് വിജയകുമാർ. അദ്ദേഹം മൂന്നാർ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാണ്. അതുമാത്രമല്ല, കോൺഗ്രസിൻ്റെ മൂന്നാർ മേഖലയിൽ അറിയപ്പെടുന്ന നേതാവാണ്. അദ്ദേഹം മണ്ഡലം പ്രസിഡന്റ് സ്ഥാനം തൊട്ട് ഒട്ടേറെ കോൺഗ്രസിൻ്റെ പദവികൾ വഹിച്ചിട്ടുള്ള ആളാണ്. മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു. ഒപ്പം തന്നെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് കൂടിയാണ്. സ്വാഗതം സാർ. പുതിയ സ്ഥാനത്താണ് അങ്ങിപ്പോൾ. ഒരുപക്ഷെ ഇതുവരെ അങ്ങ് ഒട്ടേറെ പദവികൾ കൈകാര്യം ചെയ്തിട്ടുണ്ടല്ലോ, പാർട്ടിയിലും പുറത്തും കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും മൂന്നാർ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് അല്ലേ? സ്ഥാനമേറ്റപ്പോൾ എന്ത് തോന്നുന്നു? ഏറെ അഭിമാനം തോന്നുന്നു. ഒന്ന്, ഞാൻ ജനിച്ച മണ്ണിൽ ജനിച്ച ജനത്തിന് സേവിക്കാനുള്ള ഒരു അവസരം ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ എന്നെയും ഞാൻ പ്രതിദാനം ചെയ്യുന്ന പാർട്ടിയും വിജയിപ്പിച്ച ആ നാട്ടിലെ സംവിധായകരോടും എന്നെ ഈ സ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന എൻ്റെ നേതൃത്വത്തിനോടും നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുന്നതോടൊപ്പം തന്നെ എന്നും ഉണർന്ന് പ്രവർത്തിക്കാനുള്ള ഒരു ഉത്തമ പ്രവർത്തനമാണ് എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ ടൈം കോൺഗ്രസ് ഭരിച്ച ഒരു പഞ്ചായത്താണ് മൂന്നാർ. മറ്റ് ഇതര പഞ്ചായത്തുകൾ, അടുത്ത സമീപ പ്രദേശങ്ങളിലെ പഞ്ചായത്തുകളേറെയും LDF ഭരിച്ചപ്പോൾ UDF കാത്ത ഒരു പഞ്ചായത്തായിരുന്നു മൂന്നാർ പഞ്ചായത്ത്. പക്ഷേ 5 വർഷക്കാലം സമാധാനത്തോടെ കോൺഗ്രസ് ഭരിച്ചു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അവിടെ അല്ലറ ചില്ലറ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പലപ്പോഴായിട്ട് പ്രസിഡന്റുമാരെ അങ്ങോട്ട് മാറുകയും ഇങ്ങോട്ട് മാറുകയും പാർട്ടിയിൽ പടലപ്പിണക്കങ്ങളും പ്രശ്നങ്ങളും പത്രക്കാരറിയുകയും നാട്ടുകാരറിയുകയും അരമന രഹസ്യം അങ്ങാടിപ്പാടാവുകയൊക്കെ ചെയ്ത സമയങ്ങളുണ്ട്. എന്നിട്ടും ഈ തവണ പ്രസിഡന്റ് ആവുമെന്ന് അങ്ങക്ക് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. കാര്യം ഈ അങ്ങ് സൂചിപ്പിച്ച കാര്യം തന്നെ, 5 വർഷത്തിൽ 5 പ്രസിഡന്റുമാരാണ് കഴിഞ്ഞ തവണ മൂന്നാർ പഞ്ചായത്തിലുണ്ടായത്. അതിൻ്റെ കാരണക്കാർക്ക് കിട്ടിയ മറുപടിയാണ് ഇത്തവണ ഞങ്ങൾക്ക് കിട്ടിയ വിജയം. കാര്യം ജനാധിപത്യത്തിലൂടെയാണ് കോൺഗ്രസ് അന്ന് 21 വാർഡിൽ 11 വാർഡുകൾ വിജയിച്ചു വന്നത്. ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ കൂറുമാറ്റത്തിലൂടെ, കുതിര കച്ചവടത്തിലൂടെ ചില ആളുകളെ അടർത്തിക്കൊണ്ടുപോയി. പിന്നെ അവർക്ക് നിയമപരമായി ഞങ്ങൾ നേരിട്ട് നിയമത്തിലൂടെ വീണ്ടും അവരെ അയോഗ്യരാക്കിക്കൊണ്ട് ആ വാർഡുകൾ വീണ്ടും പിടിച്ചെടുത്ത് വീണ്ടും വന്നു. അങ്ങനെയൊക്കെ ഉണ്ടായെങ്കിൽ പോലും ഭരണത്തിൽ കോൺഗ്രസ് ഭരിച്ച കാലങ്ങളിൽ ജനങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള നല്ല പദ്ധതികൾ കൊണ്ടുവരികയും അത് അടഞ്ഞ അധ്യായമായി കണ്ടുകൊണ്ട് അന്നുണ്ടായ സംഭവ വികാസങ്ങളിൽ അത് അടഞ്ഞ അധ്യായം കണ്ടുകൊണ്ട് ഞങ്ങൾ ഒത്തൊരുമയോട് പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് ഇന്ന് 20-ൽ 14 സീറ്റുകൾ നേടിക്കൊണ്ട് അധികാരത്തിൽ വന്നിട്ടുള്ളതും ജനങ്ങളെ സേവിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. 20-ൽ 14 സീറ്റ് എന്ന് പറയുന്നത് അത്ര ചെറിയ ഭൂരിപക്ഷമല്ല, വലിയ ഭൂരിപക്ഷമാണ്. പക്ഷേ എന്നിരിക്കൽ പോലും കഴിഞ്ഞ 5 വർഷം 5 പ്രസിഡന്റുമാർ ഭരിച്ച പഞ്ചായത്ത് ജനങ്ങളിൽ ഒരു ചെറിയ മടുപ്പ് ഉളവാക്കാൻ ഇടയായിട്ടില്ലേ? അല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പ്രതിപക്ഷത്തിൽ വരേണ്ട ആളുകളല്ലേ. ഞങ്ങളിൽ ജനങ്ങൾക്ക് വിശ്വാസമുണ്ട്. എന്തുകൊണ്ടായിരിക്കും ജനങ്ങൾ 5 വർഷം കൊണ്ട് 5 പഞ്ചായത്ത് പ്രസിഡന്റുമാരെ വാഴിച്ച ഒരു പ്രസ്ഥാനത്തെ വീണ്ടും മൂന്നാറിൽ അധികാരത്തിലെത്തിക്കണമെന്ന് ജനങ്ങൾ ധരിക്കുന്നതിൻ്റെ പിന്നിൽ? ഞങ്ങളോടുള്ള വിശ്വാസം, ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ. കഴിഞ്ഞ 15 വർഷക്കാലമായി മൂന്നാർ പഞ്ചായത്ത് UDFൻ്റെ കൈകളിലാണ്. ഒട്ടേറെ അനവധിയായ പ്രവർത്തനങ്ങൾ കൊണ്ടുവരികയും അതിന് നേതൃത്വം നൽകുകയും ചെയ്തിട്ടുള്ള പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. അത് ജനങ്ങൾക്ക്, അവിടുത്തെ ആ നാട്ടിലെ ജനങ്ങൾക്കറിയാം കോൺഗ്രസ് ആണ് മൂന്നാർ പഞ്ചായത്തിന് അനുയോജ്യമായ അല്ലെങ്കിൽ വിശ്വാസമുള്ള ഒരു മുന്നണി എന്നുള്ളതാണ് ജനങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്. ആ നിലയിലാണ് ഞങ്ങൾ
അവർക്ക് ആ വിശ്വാസത്തെ ഒരിക്കലും കോട്ടം തെറ്റാത്ത നിലയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വന്നിട്ടുള്ളതും പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളതും. അങ്ങയുടെ വാക്കുകൾ നൽകുന്നത് വലിയൊരു ശുഭാപ്തി വിശ്വാസമാണ്. പക്ഷേ നമ്മൾ വലിയൊരു ഭാരിച്ച ഉത്തരവാദിത്വം അങ്ങയിലുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ, ഈ മൂന്നാർ എന്ന് പറയുന്നത് ലോക വിനോദസഞ്ചാര ഭൂപടത്തിൽ വളരെ എണ്ണപ്പെട്ട പ്രദേശങ്ങളിലൊന്നാണ്. പക്ഷെ അതിൻ്റെ ഒരു ശോച്യാവസ്ഥ, നമ്മളത് അവിടെ ചെന്ന് കണ്ടാലേ മനസ്സിലാവും മൂന്നാർ. കാരണം വലിയ പ്രതീക്ഷയോടെയാണ് ആളുകൾ വരുന്നത്, നമ്മൾ വിചാരിക്കുന്നതിനേക്കാളൊക്കെ അപ്പുറത്ത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ മലേഷ്യയിൽ നിന്ന് വന്ന ഒരാൾ എന്നോട് പറഞ്ഞു, അല്ല അയാൾ സിംഗപ്പൂരുകാരനാണ് ആക്ച്വലി. സിംഗപ്പൂരിൽ നിന്ന് വന്ന് മലേഷ്യയൊക്കെ കൂടി അവിടെ എല്ലാം ജോലി എടുക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഒരു പ്രൊഫസർ കൂടിയാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞത്, കാൽനട യാത്രക്കാർ സഞ്ചരിക്കുന്ന റോഡിൻ്റെ അവസ്ഥ പോലും, അതായത് അവരുടെയൊക്കെ നാട്ടിൽ കാൽനടക്കാർക്ക് സഞ്ചരിക്കാൻ പര്യാപ്തമായ റോഡിൻ്റെ അവസ്ഥ പോലും സത്യത്തിൽ ഈ മൂന്നാറിലില്ല. എന്താണ് ഈ ഭരണകർത്താക്കൾ ഇങ്ങനെ എന്ന് അദ്ദേഹം ചോദിച്ചിട്ട് പോയി എന്നോട്. ഒരു പരിചയമില്ലാതെ യാദൃച്ഛികമായി പരിചയപ്പെട്ടതാണ്. ഞാൻ പറയുന്നത്, ഈ മൂന്നാറിനെ ഒന്ന് നന്നാക്കാനുള്ള ഒരു പ്രോജക്റ്റ് ഈ 5 വർഷം കൊണ്ടൊന്ന് ചെയ്തെടുക്കുമോ? തീർച്ചയായിട്ടും ഒരു വികസനത്തിന്റെ തുടക്കം കുറിക്കാൻ കഴിയും നമുക്ക്. 5 വർഷം എന്ന് പറയുന്നത് ജനപ്രതിയെ സംബന്ധിച്ചിടത്തോളം ഒരു മതിയായ കാലമല്ല. എന്നിരുന്നാൽ പോലും നമ്മുടെ നിയമ സംവിധാനങ്ങൾ നമുക്കറിയാം. സാറിനൊക്കെ സർക്കാർ ജോലിയുണ്ട്. നമ്മളെ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ ഭരണകൂടവും ഒരുമിച്ച് നിന്നാൽ മാത്രമേ വികസനങ്ങൾ എത്തിക്കുന്നതിന് നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ. അത്തരത്തിൽ ഞാൻ കഴിഞ്ഞ ഡിസംബർ 27-ാം തീയതി പ്രസിഡന്റ് സ്ഥാനം ഏറ്റതിന് ശേഷം ഈ നിമിഷം വരെ ഓഫീസിന്റെ അകത്തുള്ള പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 5 വർഷത്തേക്കുള്ള ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് മൂന്നാറിലേക്ക് ഒരു വികസനത്തിന് തുടക്കം കുറിക്കണം. അതിന് ഒരുപാട് സാധ്യതകളുള്ള മണ്ണാണ്. നിയമപ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. ഭൂവിഷയങ്ങളുണ്ട്, ഭൂമി പ്രശ്നമുണ്ട്, സ്ഥല ലഭ്യത കുറവുണ്ട്, അതുപോലെ തന്നെ ഗതാഗതക്കുരുക്ക്, അതുപോലെ തന്നെ മൂന്നാറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറത്തേക്കുള്ള ആൾക്കൂട്ടമാണ് വിനോദസഞ്ചാരികൾ വന്നു പോകുന്നത്. ലോകത്തിൻ്റെ അങ്ങ് പറഞ്ഞ പോലെ തന്നെ മലേഷ്യയിൽ നിന്നും വിദേശ രാജ്യങ്ങളടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് മൂന്നാറിൻ്റെ കപ്പാസിറ്റിക്ക് കൂടുതലായ ആളുകൾ ദിവസേന വന്നു പോകുന്ന സംവിധാനം നിലവിലുണ്ട്. ഇതെല്ലാം ഇട്ടാവട്ടത് കിടക്കുന്ന 4 സ്ക്വയർ കിലോമീറ്റർ മാത്രം ഒരു ചുറ്റളവുള്ള മൂന്നാറാണ്. അങ്ങനെയൊക്കെ അറിയാലോ, ഈ വരുന്ന ആളുകൾ ഇപ്പം അങ്ങ് പറയുന്ന പോലെ ഈ എവിടെയും കൊള്ളാത്ത തരത്തിൽ അത്രമാത്രം ജനസാമാന്യത്തിൻ്റെ ഒഴുക്കുണ്ട് മൂന്നാറിലേക്ക്. സത്യത്തിൽ മൂന്നാർ എന്ന് പറയുന്ന സ്ഥലം ടൂറിസ്റ്റുകളുടെ പറുദീസയാണ്, കാര്യത്തിൽ സംശയമില്ല. കാരണം ഇത്രമാത്രം പ്രകൃതി രമണീയമായ, ആ രമണീയതയിൽ തന്നെ വൈവിധ്യമുള്ള, വളരെ ഭിന്നതയുള്ള, അത് ഈ നമ്മുടെ തൃശ്ശൂർ പൂരത്തിൻ്റെ കുടമാറ്റം പോലെയാണ്. ഓരോ സമയത്തും ഓരോ കാഴ്ചയാണ്, അത്ര ദൃശ്യവിസ്മയമാണ്. ആ ദൃശ്യവിസ്മയങ്ങൾ ഓരോ മലയോരവും ഓരോ മലമുകളും നമുക്ക് തരുന്നത് രാവിലെ കണ്ട കാഴ്ചയല്ല, ഉച്ചയ്ക്ക് കാണുന്ന കാഴ്ചയല്ല, 4 മണിക്ക് കാണുന്ന കാഴ്ചകളല്ല, സന്ധ്യാസമയത്ത് കാണുന്ന കാഴ്ച. അത്രമാത്രം ദൃശ്യചാരുത ഒരുക്കുന്ന പ്രകൃതിയുടെ ധാരാളിത്തം ഉള്ള സ്ഥലങ്ങളാണ്. അതുകൊണ്ട് വരുന്നവരെ സംബന്ധിച്ച് കൺകുളിർക്കെ മനം കുളിർക്കെ കണ്ടിട്ടാണ് അവർ പോകുന്നത്. അവരെ ഒന്ന് ഉൾക്കൊള്ളാൻ ഒരിടം. അവരൊക്കെ വണ്ടിയിൽ തന്നെ ഇരുന്ന് സമയം കളയുക. വണ്ടി ബ്ലോക്കാണ്, അതിഭയങ്കരമായ ബ്ലോക്ക് കാരണം വണ്ടി ചലിക്കുന്നില്ല. ഈ വരുന്ന ആളുകൾ നല്ലൊരിടവും കാണാതെ, മാട്ടുപ്പെട്ടി കാണാതെ, രാജമല കാണാതെ, ടോപ്പ് സ്റ്റേഷൻ കാണാതെ, കാണേണ്ട മൂന്നാറിൻ്റെ ഭാഗങ്ങളൊന്നും കാണാതെ തിരിച്ചു പോവുക പലരും. സാർ, ഞാൻ പറയുന്നത്, ഈ മൂന്നാറിൻ്റെ ഹൃദയം എന്ന് പറയുന്നത് ടൂറിസവുമായി ബന്ധപ്പെട്ടതാണ്, അല്ലേ? മറ്റൊന്നെന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവിടുത്തെ തൊഴിലാളികളുടെ പ്രശ്നങ്ങളാണ്, തൊഴിലാളികളുമായി ബന്ധപ്പെട്ട്. ആ കാര്യം ഞാൻ മറച്ചു വെച്ചിട്ടല്ല. മൂന്നാറിൽ തോട്ടം തൊഴിലാളികളില്ലെങ്കിൽ മൂന്നാറില്ലല്ലോ, ഇല്ലേ? എത്രയോ 10-28 എസ്റ്റേറ്റിലായി ആയിരക്കണക്കിന് തൊഴിലാളികൾ ഇപ്പോഴും പണിയെടുക്കുന്നുണ്ട്. തന്നെയല്ല, അതിൻ്റെ മൂന്നാറിൻ്റെ ദൃശ്യചാരുതയെല്ലാം നമ്മുടെ തേയിലയുമായി ബന്ധപ്പെട്ടും കിടക്കുന്നതാണ്. ആ തേയിലത്തോട്ടത്തിൽ പണിയെടുക്കുന്ന സാധാരണ മനുഷ്യരുടെ ജീവിതം, അവരുടെ ഹൃസ്പന്ദനങ്ങൾ, ഇതെല്ലാമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഞാൻ സാറിനോട് ചോദിക്കട്ടെ സാർ, ഈ മൂന്നാറിൻ്റെ എന്നെ ഈ വിനോദസഞ്ചാര ഭൂപടവുമായി ബന്ധിപ്പിച്ച് നിർത്തുമ്പോൾ കുറച്ചും കൂടി സൗകര്യം ആളുകൾ പ്രതീക്ഷിക്കുന്നില്ലേ? ഉറപ്പായിട്ടും. സാറിപ്പോൾ പറഞ്ഞ കാര്യം 100% ഉൾക്കൊണ്ടാണ് ഞാൻ പറയുന്നത്. മൂന്നാറിന് തോട്ടം തൊഴിലാളികൾക്ക് ഉണ്ടാകുന്ന സൗകര്യം, അതോടൊപ്പം തന്നെ
ഒരു കുടുംബത്തിൽ ഇത് തോട്ടം തൊഴിലിലൂടെ ലഭിക്കുന്ന വരുമാനം കഴിഞ്ഞാൽ പിന്നെ അടുത്ത സാധ്യത എന്ന് പറയുന്നത് വിനോദസഞ്ചാരം. വിനോദസഞ്ചാരികൾ മൂന്നാറിൽ എത്തുന്നതും അതുമായി ബന്ധപ്പെട്ട് അനുബന്ധത്തിലൂടെ തൊഴിൽ നേടിക്കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാർ ധാരാളം ആയിരക്കണക്കിന് ചെറുപ്പക്കാരാണ് ഇന്ന് മൂന്നാറിലുള്ളത്. വാഹനം ഓടിക്കുക, ഓട്ടോറിക്ഷ ഓടിക്കുക, ജീപ്പ് ഓടിക്കുക, ഗൈഡുമാരായിട്ട് പ്രവർത്തിക്കുക, വിനോദസഞ്ചാര മേഖലയിൽ പ്രവർത്തിക്കുന്ന അനവധിയായ ഹോം സ്റ്റേകൾ നടത്തുക, കച്ചവടങ്ങൾ നടത്തുക, ഇതെല്ലാം ഇതിനെ ആശ്രയിച്ച് കഴിയുന്ന അവർക്കൊക്കെ ഒരു ബദൽ സംവിധാനം എന്നല്ലേ, തോട്ടം തൊഴിൽ കഴിഞ്ഞാൽ ബദൽ സംവിധാനം എന്ന്. കാരണം നമുക്കറിയാം പണ്ട് അങ്ങനെയല്ല. പണ്ട് 2 വരുമാന മാർഗങ്ങളുണ്ട്. ഒന്ന് കന്നുകാലികൾ വളർത്തും, ഒന്ന് കൃഷിത്തോട്ടങ്ങളുണ്ടായിരുന്നു. ഈ രണ്ടും ഇന്ന് ഏതായാലും അടഞ്ഞു മട്ടില്ല. ഒന്ന് വന്യമൃഗങ്ങളുടെ ശല്യം കാരണം മയിൽ തുടങ്ങി ആന വരെയുള്ള, കടുവ വരെയുള്ള കാട്ടുമൃഗങ്ങളുടെ ആക്രമണത്തോടുകൂടി കൃഷിത്തോട്ടങ്ങൾ മുഴുവൻ നശിച്ച മട്ടിലേതാണ്. അതോടൊപ്പം തന്നെ കന്നുകാലി വളർത്തൽ, ഏറ്റവും ക്ഷീരമേഖലയിൽ നല്ല പരിപാലനിച്ച് വരുന്ന കന്നുകാലികളെല്ലാം ഇന്ന് കടുവ ആഴ്ചയിൽ നമുക്കറിയാം. ഇപ്പൊ തന്നെ ഈ ചുരുങ്ങിയ കാലയളവിൽ 250-300 കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കും. വന്യമൃഗങ്ങളുടെ ശല്യം അസഹനീയമായിരിക്കുന്നു. അതിലേക്ക് നമുക്ക് വരാം സാർ. തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞോളൂ. കാരണം ഒരു കാലത്ത് ഈ പശുക്കളെ മേയ്ക്കുന്ന ആ കാഴ്ച തന്നെ ഇത്ര മനോഹരമായിരുന്നു. കാരണം 100 കണക്കിന് ഏക്കറുകൾ പുൽമേടുകളുണ്ട്. ഈ പുൽമേടുകളിലൂടെ വിവിധ നിറത്തിലുള്ള ഈ പശുക്കൾ, അതും ഏറ്റവും പുതിയ ജനുസിൽപ്പെട്ട പശുക്കൾ മേയുന്ന കാഴ്ച തന്നെ സുന്ദരമായിരുന്നു. ഇല്ല, ഇപ്പൊ ആ കാഴ്ചകൾ ഇല്ലാതായിരിക്കുന്നു. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ തൊഴിലാളികളുടെ വരുമാന സ്രോതസ് 2 അടഞ്ഞിരിക്കുകയാണ്. ഒന്ന് വന്യമൃഗശല്യം, അതോടൊപ്പം തന്നെ തോട്ടവും ഇല്ല, കന്നുകാലി വളർത്തലും. പിന്നെ അടുത്ത ഓപ്ഷൻ അല്ലെങ്കിൽ അടുത്ത മാർഗം എന്ന് പറയുന്നത് അവർക്ക് വിനോദസഞ്ചാര മേഖലയുള്ളൂ. ആ വിനോദസഞ്ചാര മേഖലയിൽ അനവധിയായ സാധ്യതകൾ ഉണ്ട്. ആ സാധ്യതകളെ ഒന്നുകൂടി ഊട്ടിയുറപ്പിച്ചുകൊണ്ട് വിനോദസഞ്ചാരികളെ മൂന്നാറിലേക്ക് ആകർഷിക്കാനുള്ള പദ്ധതികൾക്ക് രൂപം നൽകുക. അത് പ്രാദേശിക ഭരണകൂടത്തിന് മാത്രം കഴിയുന്ന കാര്യമല്ല. ഉദാഹരണത്തിന് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായ പഞ്ചായത്ത് മാത്രം കൊണ്ട് നടക്കില്ല. ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ പൂർണ്ണമായിട്ട് ഉപയോഗിക്കണം. അതോടൊപ്പം തന്നെ സർക്കാരിന്റെ ഫണ്ട് വരണം, സർക്കാരിന്റെ ഫണ്ടുകൾ വരണം, MP, MLA, അതുപോലെ തന്നെ മറ്റ് ഏജൻസികളുടെ ഫണ്ട്, കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് വരണം. അപ്പോൾ അത്തരത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായം, ഇപ്പൊ മുഴുവൻ ഫണ്ടുകൾ സ്വരൂപിക്കുന്നതിനുള്ള പ്രവർത്തനമായിരിക്കും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന്. എല്ലാവരും സർക്കാർ തലത്തിൽ നിന്ന് അങ്ങനെ ഒരു ഏകോപനം ഉണ്ടാക്കാനും, ഒപ്പം തന്നെ ടാറ്റ സംവിധാനത്തിലാണല്ലോ ഇപ്പോൾ നിൽക്കുന്നത്, തോട്ടമൊക്കെ നിൽക്കുന്നത്. അവർക്ക് ഇതിനകത്ത് വലിയ ഉത്തരവാദിത്വമുണ്ട്. സത്യത്തിൽ ടാറ്റയുടെ കയ്യിലിരിക്കുന്നത് കൊണ്ടാണല്ലോ മൂന്നാറിന് അതിന്റെ ഭംഗി നിലനിർത്താൻ കഴിയുന്നത്, ഇല്ലേ? അതിപ്പോൾ നമ്മൾ ഒരു മുതലാളിത്ത സംവിധാനത്തെ സപ്പോർട്ട് ചെയ്തു എന്നല്ല, ഉള്ള യാഥാർത്ഥ്യം പറയുന്നതാണ്. കാരണം അവരാണ് സത്യത്തിൽ ഈ തേയിലത്തോട്ടങ്ങളുടെ ഒരു പ്രകൃതിപരമായ ചാരുത, ഭംഗി നിലനിർത്താൻ സഹായിക്കുന്ന വലിയ പങ്ക്. പക്ഷെ അവരുടെ ഒരു സപ്പോർട്ട്, ഒരു പിന്തുണയോടും കൂടി വിളിച്ച്, അവരെയും കൂടി ഒന്ന് വിളിച്ച്, അതിൻ്റെ ജനറൽ മാനേജർമാരെയൊക്കെ ഒന്ന് വിളിച്ച് ചേർത്തിട്ട് ഈ മൂന്നാറിൽ കുറെ കൂടി ഡിസിപ്ലിൻഡായ ഒരു ടൂറിസം നടപ്പാക്കണം. ഞാൻ അങ്ങോട്ട് പറഞ്ഞത്, ഒരു ഭാഗത്ത് റോഡ് വല്ലാതെ കൺജസ്റ്റഡ് ആണ്, ഒരു ഭാഗത്ത് വാഹനങ്ങളുടെ ശല്യമാണ്, മറുഭാഗത്ത് ആളുകൾക്കൊന്ന് ടോയ്ലറ്റിൽ പോകാൻ നല്ല സൗകര്യങ്ങളില്ല. കാര്യം ചെല്ലുന്നിടത്ത് ഇപ്പറയുണ്ട് അപ്പറയുണ്ടെന്നൊക്കെ പറയും. പക്ഷെ ഇതൊക്കെ പലപ്പോഴും അത്ര നീറ്റ്നെസ് അല്ല ഉപയോഗിക്കപ്പെടുന്നതിൽ. ഇനിയിപ്പോൾ മഴവിൽപ്പാടം പോലുള്ള പാലത്തിൽ അങ്ങേക്കറിയാലോ, ഇന്നലെ മിനിഞ്ഞാന്നും ഒക്കെ വാർത്ത വരുന്നു. അവിടെയൊക്കെ ആളുകൾ വന്ന് തമ്പടിക്കുന്നു, ആളുകൾക്ക് കാൽനടക്കാർക്ക് യാത്ര നടക്കാൻ കഴിയുന്നില്ല. ഇതൊക്കെ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടോ? ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. നടപടി സ്വീകരിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നാളെയും മറ്റന്നാളുമായിട്ട് അവിടെ കച്ചവടം ചെയ്യുന്ന ആളുകൾ, അത് മിക്കവാറും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആളുകളാണ്. മൂന്നാറിന് ഒരു കച്ചവട സ്ഥലമായിട്ട് മാത്രം കണ്ടുപോകുന്ന ആളുകളാണ്. അവർ വന്ന് കച്ചവടം നടത്തുന്നു. അവരുടെ മാലിന്യം ചുമക്കാൻ വേണ്ടി മാത്രം പ്രാദേശിക ഭരണകൂടങ്ങളും ഈ നാട്ടിലെ ആളുകളും ആ നിലയിലാണ് പോകുന്നത്. അപ്പോൾ ഇതിനെല്ലാം പരിഹാരം കാണുന്നതിന് വേണ്ടി ഒരു ജനപ്രിയ നിലയിൽ ഞങ്ങൾ എടുത്തിട്ടുള്ള തീരുമാനം, യഥാർത്ഥത്തിൽ മൂന്നാറിനെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെ കൊണ്ടോ അല്ലെങ്കിൽ ഒരു മുന്നണിയെ കൊണ്ടോ ചെയ്യാൻ കഴിയുന്ന കാര്യം, മുഴുവൻ രാഷ്ട്രീയ സംവിധാനം, രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കുന്ന, മൂന്നാറിനെ സ്നേഹിക്കുന്ന ഒരുപറ്റം ചെറുപ്പക്കാരെയോ അല്ലെങ്കിൽ ഒരുപറ്റം ആളുകളെയോ. ഈ സേവ് മൂന്നാർ ഫോറം ഒക്കെ ഉണ്ടല്ലോ മൂന്നാറ്റില്, ഉണ്ട് സാർ, ഒരുപാട് ഉണ്ട്. പക്ഷെ നമ്മളിപ്പോ പറയുന്നത് മൂന്നാർ ഡെവലപ്മെന്റ് കമ്മിറ്റി എന്നുള്ളതിലേക്ക് ഒരു രൂപം നൽകാൻ പോവാ. ആ രൂപം നൽകുന്നതിന് വേണ്ടി ആദ്യം തന്നെ രാഷ്ട്രീയ പാർട്ടിയുടെ അവരുടെ സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് യോഗം വിളിക്കുക. അവരുടെ സഹായത്തോടു കൂടി മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയത്തുള്ളൂ. അത് കഴിഞ്ഞാൽ മൂന്നാറിൽ ഈ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന സമിതിയിൽ
അങ്ങയെപ്പോലുള്ള സീനിയറായ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, സർവീസിൽ നിന്ന് വിരമിച്ച ആളുകൾ, അവരുടെ അനുഭവ സമ്പത്ത് എന്ന് പറയുന്നത് ചെറുതല്ല. അത് വിനിയോഗിക്കും. അതോടൊപ്പം തന്നെ ലീഗൽ എക്സ്പെർട്സ്, നിയമവിദഗ്ധർ, ഒരു പഠനം നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ ആ സമിതി ഉണ്ടാക്കുന്ന പദ്ധതി നടപ്പിലാക്കാൻ കഴിയുമോ എന്നാലോചിക്കുന്നത്. പോലീസ് ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ തന്നെ സാങ്കേതിക വിദഗ്ധർ. ഇപ്പം എനിക്ക് തോന്നുന്നത് ഞാൻ പറയുന്നു, അല്ലെങ്കിൽ വേറെ ആൾക്ക് തോന്നുന്നു, അത് എത്രത്തോളം സാധ്യമാണ്. അങ്ങനെ അതുപോലെ തന്നെ വിവിധ ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ തന്നെ വിവിധ റെസിഡൻഷ്യൽ അസോസിയേഷൻ, സാമൂഹിക സംഘടനകൾ, മൂന്നാറിനെ സ്നേഹിക്കുന്ന ഒരുപറ്റം ആളുകളെ ഉണ്ടാക്കിക്കൊണ്ട് ആ സമിതിയിൽ നിന്ന് പരിമിതപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും എണ്ണം കുറച്ചുകൊണ്ട് ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി പോലെ ഫോം ചെയ്ത് മാസത്തിൽ 2 തവണയെങ്കിലും ആ കമ്മിറ്റി യോഗം ചെയ്തു മൂന്നാറിന്റെ വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യും. ആ ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ പറ്റുന്നതാണെങ്കിൽ അത് ഷോർട്ട് ടൈം ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഒരു മിഡ് ടൈം ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 1 കൊല്ലത്തിനുള്ളിൽ ചെയ്യാൻ കഴിയും, ഒരു ലോങ് ടൈമിൽ എന്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു രൂപരേഖ തന്നെ ഉണ്ടാക്കാനാണ് ഞങ്ങൾ പറയുന്നത്. ടൂറിസം നന്നായി നടക്കുന്നു എന്നതിന് ഒരു തെളിവ് നമുക്ക് നിരത്താൻ പറഞ്ഞാൽ, മൂന്നാറിൽ നിരത്താൻ പറഞ്ഞാൽ, ഇപ്പൊ രാജമല എടുക്കാം. രാജമലയിൽ വളരെ വ്യക്തമായി, വളരെ കർശനമായി, നിശ്ചിതമായി അത് നടപ്പാക്കുന്നുണ്ട്, ഇല്ലേ? അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് ചെയ്യുന്നത് എന്ന് അങ്ങേക്കറിയാലോ. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് ഒത്തിരി ആക്ഷേപങ്ങൾ നിലവിലുണ്ട്. ഞങ്ങൾ തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട്. കാരണം വന്യമൃഗ ശല്യവും ഈ ഭൂമി കയ്യേറ്റം തുടങ്ങിയ പ്രശ്നങ്ങൾ, അതുപോലെ നമ്മുടെ റോഡ് പ്രശ്നങ്ങളൊക്കെ അവരുടെ പിടിവാശിയാണ്, ശാഠ്യമാണ്. അതുപോലെ ഒത്തിരി മാങ്കുളം പ്രശ്നങ്ങൾ ഒക്കെ, ഭൂപ്രശ്നങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊക്കെ ആണെങ്കിൽ പോലും നമ്മുടെ സംസ്ഥാനത്ത്, ഒരുപക്ഷെ ലോകത്ത് തന്നെ ഏറ്റവും നന്നായി നടക്കുന്ന ഒരു ടൂറിസ്റ്റ് സെന്ററാണ് രാജമല, അല്ലേ? അങ്ങേക്കറിയാം. അത് ഇപ്പൊ പഞ്ചായത്തും കൂടി അതിന്റെ കീഴിലാണ്, പഞ്ചായത്തിന്റെ കീഴിലാണ് അത് വരുന്നത് എന്നുള്ളത് കൊണ്ട് അത് പഞ്ചായത്തിന്റെ മേൽനോട്ടത്തിനും കൂടി കൊള്ളാം. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെയെങ്കിൽ ആ തരത്തിൽ വളരെ നിശിതമായ ഒരു മോണിറ്ററിംഗ് സംവിധാനം ശരിക്കും മറ്റെല്ലാ ഫീൽഡിലും ഉണ്ടാവേണ്ടതല്ലേ? തീർച്ചയായിട്ടും ഇല്ലേ? അതിപ്പോ ഈ നമുക്ക് മാട്ടുപ്പെട്ടിയിൽ ഉണ്ടാവണം, ടോപ്പ് സ്റ്റേഷനിൽ ഉണ്ടാവണം. പക്ഷെ അവിടെയൊക്കെ ചിലപ്പോൾ കുത്തഴിഞ്ഞ പോലെയാണ് പ്രവർത്തനങ്ങൾ. അതിനാണ് ഇപ്പൊ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. ഇതിനൊക്കെ ഒരു അടിമുടി മാറ്റം വരുത്താൻ വേണ്ടിയിട്ടുള്ള തുടക്കം കുറിക്കാൻ പറ്റും. ഇപ്പൊ ഉദാഹരണത്തിന്, ഇപ്പം വിനോദസഞ്ചാരികളെ നമ്മുടെ അതിഥികളായി കാണണം. എൻ്റെ വീട്ടിലേക്ക് വരുന്ന എൻ്റെ ബന്ധത്തിൽപ്പെട്ട ബന്ധുക്കളാണ്. അതിഥി ദേവോഭവ എന്നാണല്ലോ ഉപനിഷത്ത് വാക്യം. യെസ്. അതുപോലെ കാണാനുള്ള മനോഭാവം എനിക്ക് വേണം. ആ മനോഭാവത്തിനെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങൾ, അവയർനെസ്, അവരാണ് നമ്മുടെ യജമാനൻ. അല്ല, ഇതൊക്കെ ഇങ്ങനെ കൊടുക്കുമ്പോൾ, ഇതൊക്കെ ഉണ്ടാകുമ്പോൾ സാർ, ഓൺലൈൻ ടാക്സിയുടെ ഒക്കെ പേരിൽ വലിയ വിഷയങ്ങൾ ഉണ്ടാവുന്നുണ്ട്. വരുന്ന വിനോദസഞ്ചാരികളാണ് നമ്മുടെ യജമാനൻ എന്നുള്ള ചിന്ത ഓരോരു പൗരനും ഉണ്ടായാൽ ഈ നാട്ടില് ഒരുപാട് സാധ്യതകൾ. അതിന് പഞ്ചായത്ത് എന്ത് ചെയ്യും എന്നുള്ളതാണ്. പഞ്ചായത്ത് തീർച്ചയായിട്ടും അവർക്ക് അവയർനെസ് ക്ലാസ്സുകൾ കൊടുക്കും. അവരുടെ ബന്ധപ്പെട്ട സംഘടനകളെ വിളിച്ചു കൂട്ടി, അതുപോലെ തന്നെ ഒരുപാട് ഗൈഡുമാരുടെ അസോസിയേഷൻ ഉണ്ട്, ഡ്രൈവേഴ്സിന്റെ അസോസിയേഷൻ ഉണ്ട്, ടാക്സി ഡ്രൈവേഴ്സിന്റെ അസോസിയേഷൻ, ഇവരെല്ലാം കോർത്തിണക്കിക്കൊണ്ട് പോലീസിന്റെ സഹായത്തോടു കൂടി, അതുപോലെ തന്നെ മറ്റ് എക്സൈസ്, ഫോറസ്റ്റ്, ഈ സംഘടനയെല്ലാം വിളിച്ചു കൂട്ടിക്കൊണ്ട് അവയർനെസ് ക്യാമ്പ് ആദ്യം തന്നെ കൊടുക്കുക എന്നുള്ളതാണ്. അവരെ പഠിപ്പിക്കണം. പിന്നെ കുറേയൊക്കെ മൂന്നാറിനെ കുറിച്ച് എതിരായൊക്കെ അഭിപ്രായം പല കോണുകളിൽ നിന്ന് മൂന്നാറെ തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപാടിലൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. മൂന്നാറിൽ കാര്യങ്ങൾ അങ്ങനെ ചില നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ പൂർണ്ണമായിട്ട് നടക്കുന്നില്ല എന്ന് ആവശ്യപ്പെടുന്നില്ല. പക്ഷെ ചെറിയ വിഷയങ്ങൾ പോലും ഊതി ഉയർപ്പിച്ചുകൊണ്ട് മാധ്യമത്തിലൂടെ വരികയും പുറലോകത്തെ അറിയിക്കും തെറ്റായ പ്രചരണങ്ങൾ പരത്തുന്നത് ഒരുപാടുണ്ട്. ഇനി മൂന്നാറിനെ കുറിച്ച് നല്ല വിഷയങ്ങൾ വരുന്നതിന് മാത്രം മൂന്നാർ നൽകുന്ന ഒരു ഭാഗത്ത് ഇങ്ങനെ വാഹനങ്ങളുടെ ഇപ്പൊ ടാക്സിക്കാരെ കുറിച്ചൊന്നും കുറ്റം പറയാൻ പറ്റില്ല. കാരണം ആയിരക്കണക്കിന് ഓട്ടോറിക്ഷ ഉണ്ട് അവിടെ. അത് അവരുടെ തൊഴിൽ ഉപാധിയാണ്. അവർ തൊഴിലെടുത്ത് ജീവിക്കുന്നവരാണ്. അവർക്ക് തൊഴിലെടുത്ത് വേണം ജീവിക്കാൻ. അതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ ആ പ്രശ്നങ്ങൾ അങ്ങ് പറഞ്ഞ പോലെ അവയർനെസ്സിലൂടെയും മറ്റു പറഞ്ഞു തീർക്കലിലൂടെയൊക്കെ തീർക്കാവുന്ന. അതിനാണല്ലോ പോലീസ് ഡിപ്പാർട്ട്മെന്റ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, എക്സൈസ് ഡിപ്പാർട്ട്മെന്റ്, ഇല്ലേ? അതുകൂടാതെ നിങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകർ ഒക്കെ അതിനകത്ത് പങ്കുവയ്ക്കുക. അതൊരു ഭാഗത്ത് അങ്ങനെ നിൽക്കും. മറുഭാഗത്ത് എന്ന് പറയുന്നത് ഈ മൂന്നാറിനെ സംബന്ധിച്ച് ഈ ഹോട്ടലുകൾ, ഒപ്പം തന്നെ ഹോം സ്റ്റേകൾ, റിസോർട്ടുകൾ, ഇതങ്ങേക്കറിയാം. ഇത് പലപ്പോഴും ഒരു പഞ്ചായത്തിന് നിയന്ത്രിക്കാൻ കഴിയാവുന്ന തരത്തിലുള്ള പൈസ, അതായത് ഹോട്ടലുകൾ ഈടാക്കുന്ന, അത് ടൂറിസ്റ്റുകളിൽ നിന്ന് വൻ തുക ഈടാക്കുന്നു എന്നുള്ളൊരു ആക്ഷേപം മൂന്നാറിനെ സംബന്ധിച്ച് നിലനിൽക്കുന്നുണ്ട്.
അത് സത്യത്തിൽ ആളുകൾ വരുന്നതിനെ തടസ്സപ്പെടുന്നില്ലേ? തീർച്ചയായിട്ടും ഞാൻ ഈ വിനോദസഞ്ചാര മേഖലയിൽ കൂടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാനും ഒരു ഹോം സ്റ്റേ നടത്തുന്ന ഒരാളാണ്. ഞാൻ മൂന്നാർ ഹോട്ടൽ ഹോം സ്റ്റേ അസോസിയേഷൻ്റെ സെക്രട്ടറി കൂടെയാണ്. കഴിഞ്ഞ 5 വർഷത്തെ വരുമാനം എടുത്തു നോക്കിയാൽ പുറകോട്ടാണ് പോകുന്നത്. പടവലം പോലെയാണ് ഞങ്ങളുടെ ടേൺ ഓവർ പോയിക്കൊണ്ടിരിക്കുന്നത് മൂന്നാറിനെ സംബന്ധിച്ച്. മൂന്നാറിൽ നിന്ന് വിട്ട ആളുകൾ ആനച്ചാൽ കേന്ദ്രീകരിക്കുക. അതെ, ആനച്ചാൽ കേന്ദ്രീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരു പരിധി വരെ ശരിയുമുണ്ട് തെറ്റുമുണ്ട്. ഞാൻ ആ ഭാഗത്തിലേക്കൊന്നും കടക്കുന്നില്ല. ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുകയും പറയുന്നില്ല. അത് എങ്ങനെയാണ് കിടക്കുന്നതെന്നും അതിന്റെ രീതികളൊക്കെ. അപ്പോൾ ഈ അവയർനെസ്സിൽ ഇതെല്ലാം പെടുമോ? ഇതെല്ലാം പെടും. തീർച്ചയായിട്ടും മൂന്നാറിന് വരുന്നത്, മൂന്നാറിൽ റൂമുകളുടെയോ അല്ലെങ്കിൽ കോട്ടേജുകളുടെ റേറ്റ് കൂടുതലാണെന്ന് പറയുന്നു. പക്ഷേ അതിനേക്കാളുമൊക്കെ എത്രയോ മടങ്ങ് മേടിക്കുന്ന സ്ഥലങ്ങളുണ്ടെന്ന് പുറലോകം അറിയുന്നില്ല, വരുന്നില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ഇതൊക്കെ ഞങ്ങൾ പരിശോധിക്കും. പൈസ ഉള്ളവർക്ക് പൈസ മുടക്കുന്നതിൽ യാതൊരു വിഷമവുമില്ല സാർ. അവർ പൈസ ഉണ്ട് അവരുടെ കയ്യിൽ. അവർക്കിപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു റൂമിന് ഇവിടെ 50,000 70,000 ഒക്കെ രൂപ കൊടുത്ത് കിടക്കുന്ന ആളുകളുണ്ട് ഒരു ദിവസത്തേക്ക്. അതൊക്കെ 70,000 രൂപ എന്നൊക്കെ പറഞ്ഞാൽ സ്വപ്നം കാണാൻ കഴിയാത്ത ഹതഭാഗ്യരായ മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങേക്ക് ഇതൊക്കെ അറിയാമല്ലോ. മൂന്നാറിലെ തോട്ടത്തൊഴിലാളികളുടെ കാര്യം മാത്രമല്ല, അല്ലാത്ത ആളുകളുടെ കാര്യം നമുക്കറിയാം. അപ്പം അങ്ങനെയൊക്കെയുള്ള മനുഷ്യരുണ്ട്. നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ അതല്ല, അവരുടെ കയ്യിൽ നിന്ന് വാങ്ങട്ടെ. സാധാരണക്കാരായ ആളുകളും നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. അവരോട് എല്ലാവരെയും ഒരേ ത്ലായ്പിട്ട് കയറ്റിവിടുന്നു എന്നുള്ളതാണ് അതിനകത്തൊരു പ്രശ്നം. അതൊക്കെ ഈ അവയർനെസ്സിൽ വരും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അല്ലേ അതിന് വരും എന്നുള്ളതാണ്. ഞങ്ങളുടെ മാർഗം എന്ന് പറയുന്നത് വിനോദസഞ്ചാര മേഖലയെ പ്രോത്സാഹിപ്പിക്കുക. അതോടൊപ്പം തന്നെ പഞ്ചായത്തിന്റെ പരിമിതികൾ നിയമത്തിൽ നിന്നുകൊണ്ട്, പഞ്ചായത്തിലെ നിയമത്തിൽ നിന്നുകൊണ്ട് എന്തൊക്കെ സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ, പഞ്ചായത്തിന് എന്തെല്ലാം വിഷയങ്ങളിൽ ഇടപെടാൻ കഴിയും, അത് തീർച്ചയായിട്ടും ഞങ്ങൾ ആ വിഷയങ്ങളിൽ ഇടപെടും. അത് മാത്രമല്ല, കമ്പനിയെ സംബന്ധിച്ച് KDSP കമ്പനി ഒരു പ്രധാന ഘടകമാണ്. അവരുടെയും സഹായ സഹകരണം ഇല്ലാതെ നമുക്ക് ഒരു പദ്ധതി തീർച്ചയായിട്ടും മൂന്നാറിനെ സംബന്ധിച്ച് കഴിയില്ല. അവര് ഒഴിവാക്കാനാവാത്ത. ഇപ്പൊ സർക്കാർ ഈ കഴിഞ്ഞ കുറേയൊക്കെ നാളുകളായി, ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്ന കാലത്തൊന്നും ഇത്രയും നിയമങ്ങളില്ലായിരുന്നു. അതിനുശേഷം, അപ്പം ഞാനത് രാഷ്ട്രീയമല്ല പറയുന്നത്, അതിനുശേഷം ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ഒരുപാട്. ഇപ്പം ഈ പറയുന്ന നമ്മളിരിക്കുന്ന ഈ അടിമാലി പഞ്ചായത്തിൽ ഒരു പദ്ധതി പഞ്ചായത്തിൽ കൊണ്ടുവരണമെങ്കിൽ അവർക്ക് എസ്റ്റിമേറ്റ് എടുക്കുന്നു, TS ആക്കുന്നു, നേരെ ഇംപ്ലിമെന്റിലേക്ക് പോവാം. പക്ഷെ മൂന്നാറിനെ സംബന്ധിച്ച് 2 വിഷയങ്ങളാണ്. ഒന്ന്, ഒരു പദ്ധതി വെച്ച് കഴിഞ്ഞാൽ ആ പദ്ധതിയുടെ കമ്പനിയുടെ കൂടി അനുവാദം വാങ്ങണം, അതിനൊരു പ്രോസസ്സിങ്. ഇത് എല്ലാം വാങ്ങിച്ച് കോർഡിനേഷൻ കമ്മിറ്റിക്ക് പോകണം, സർക്കാരിനെ സമീപിക്കും. സർക്കാർ അതിന് അന്തിമ തീരുമാനം നൽകിയതിന് ശേഷം മാത്രമേ ഈ പദ്ധതി ഉണ്ടാവും. അപ്പം 6 മാസം അങ്ങ് പോകും. ഇവിടെ അടിമാലിയിൽ 6 മാസത്തിനുള്ളിൽ പദ്ധതി പൂർത്തിയാക്കി ഫൈനൽ ബില്ലുമായി പദ്ധതി പൂർത്തിയാകും. പക്ഷെ മൂന്നാറിൽ ചിലപ്പോൾ CC നിരസിക്കുകയോ കമ്പനി നിരസിക്കുകയോ ചെയ്താൽ ആ പൈസ ലാപ്സായി പോകും. യഥാർത്ഥത്തിൽ മൂന്നാറിൽ കിട്ടേണ്ട അല്ലെങ്കിൽ ആ തോട്ടമേഖലയിൽ നൽകേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ കൊടുക്കാൻ പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് കഴിയുന്നില്ല. അത് ശക്തമായി ഗവൺമെന്റിനോട് ഞാൻ കഴിഞ്ഞ ആഴ്ച ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കിലയിൽ പഞ്ചായത്ത് പ്രശ്നങ്ങളുടെ യോഗത്തിൽ ഞാൻ ഈ വിഷയം അവതരിപ്പിച്ചു. എനിക്ക് തന്ന മറുപടി എൻ്റെ വാട്സപ്പിലുണ്ട്. കൃത്യമായിട്ട് ആ വിഷയം, അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സെക്രട്ടറി അനുപമ വേണം IAS അവർ മറുപടി പറഞ്ഞു. അതിനിപ്പോൾ കുറേ മാറ്റം വരുത്തി തരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ വിഷയങ്ങൾ അവതരിപ്പിക്കാനും നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യണം. അപ്പം തോട്ടമേഖലയിൽ വികസനം വേണം. മൂന്നാർ ടൗണിൽ വികസനം എന്തിനാ പറയുന്നത്? എനിക്ക് തോന്നുന്നു ഒരു ബസ് സ്റ്റാൻഡ് ഇല്ലാത്ത പഞ്ചായത്താണ് ഇത്രയും അങ്ങ് പറഞ്ഞു. KSRTC ബസ്സും ഒപ്പം തന്നെ പ്രൈവറ്റ് ബസ്സും കൂടി വന്ന് വല്ലാതെ ജാമായി ഇല്ലേ, വളരെ കൺജസ്റ്റഡ് ആയ ഒരു ഏരിയയിൽ, ഇത്തിരി പോകുന്ന ഒരു ഏരിയയിൽ വണ്ടിക്ക് കടന്നു പോകാൻ പോലും തിരിക്കാൻ പോലും മാർഗമില്ലാത്തൊരു, എങ്ങനെയാണ് അപകടം കൂടാതെ ഓരോ വണ്ടി അവിടെ കടന്നു പോരുന്നത് ഞാൻ അതിശയത്തോടെ ഓർക്കുന്നത്. തെക്കേ ഇന്ത്യയുടെ കാശ്മീർ മൂന്നാറിൽ ഒരു ബസ് വന്ന് ഇറങ്ങാനും ബസ് സ്റ്റേഷൻ ഇല്ല, ഒരു ബസ് സ്റ്റാൻഡ് ഇല്ല. അപ്പൊ അതൊക്കെ പഞ്ചായത്തിന്റെ പരിഗണനയിലുണ്ട്. അല്ല, അത് വേണം സാർ. അതുപോലെ പാർക്കിംഗ് ഏരിയ. അപ്പൊ ഞാൻ വന്ന പിന്നെ 3 കാര്യങ്ങളാണ് ഈ കഴിഞ്ഞ 7 ദിവസം കൊണ്ട് ഒരു ഉദ്യോഗസ്ഥന്മാരുമായിട്ട് സംസാരിച്ച് അതിന് ഇംപ്ലിമെന്റിലേക്ക് തുടക്കം കുറിച്ചു. ഒന്ന്, ഞാൻ പറയുന്നു, ചെറുതാണ്. ഒരു പഞ്ചായത്ത് ഓഫീസ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയത്തില്ല. മൂന്നാറിൽ പഞ്ചായത്ത് ഓഫീസ് എവിടെയാണെന്ന് വെച്ചാൽ, അടിമാലിയിൽ അങ്ങനെയല്ല.
പഞ്ചായത്ത് ഓഫീസിന് വ്യക്തമായ ബോർഡുണ്ട്, കാര്യങ്ങൾ വലിയ ബോർഡ് റോഡ് സൈഡിൽ തന്നെ ഉണ്ട്. ഉണ്ട്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചത്, ഞാൻ ആദ്യമായിട്ട് പഞ്ചായത്തിൽ ഒരു ആർച്ച് വയ്ക്കുക, മൂന്നാർ ടൗണിൽ തന്നെ പഞ്ചായത്തിന്റെ കവാടത്തിൽ ആർച്ച് വെച്ചുകൊണ്ട് നല്ല നടപാത ഉണ്ടാക്കി ആദ്യം അവിടെ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. പഞ്ചായത്ത് വരെയുള്ള റോഡ് വലിയ പ്രശ്നമില്ല, ഫോറസ്റ്റ് ഗവൺമെന്റിലേക്ക് കയറി പോകുന്ന റോഡ് നടപാത ഉണ്ടാക്കാൻ ഉള്ള പദ്ധതികൾക്കും, 2 ബസ് സ്റ്റാൻഡ് വേണമെന്ന് പറഞ്ഞാലും കമ്പനി സ്ഥലം തന്ന സ്ഥലമുണ്ട്, അത് നമ്മൾ ശരിക്കും വിനിയോഗിച്ചിട്ടുള്ളൂ എന്ന് പരിശോധിച്ചു. പോസ്റ്റ് ഓഫീസിന്റെ ഫ്രണ്ടിൽ കിടക്കുന്ന സ്ഥലം കമ്പനി തന്ന, അല്ല അതിപ്പോ ഉപയോഗിക്കുന്നത്, ഇല്ല അത് മതിയാവും. അത് തന്നെ നമുക്ക് സോയിൽ ടെസ്റ്റും മണ്ണ് പരിശോധനയും ഒരു DPR ഉണ്ടാക്കിയാൽ മണ്ണെടുത്തുകൊണ്ട് 2-3 നിലയാക്കി പണിതാൽ സുഖമായിട്ട് ഒരു പാലം ഇട്ട് അപ്പുറത്ത് ഹൈവേയിൽ നിന്നൊരു പാലം ഇട്ടാൽ വണ്ടി കയറി ഇറങ്ങി ബസ്സും നോക്കി പോകാനുള്ള സൗകര്യം മതി. പാലം തീർക്കണം. പാലം തീർത്തു കഴിഞ്ഞാൽ ചെയ്യാം. അപ്പോൾ അതിനൊരു പ്ലാൻ തയ്യാറാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ആഴ്ച തന്നെ 3 ലക്ഷം രൂപ പഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് DPR ഉണ്ടാക്കാനും സോയിൽ ടെസ്റ്റ് നടത്താനും, ആ സോയിൽ ടെസ്റ്റ് പോസിറ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബസ് സ്റ്റാൻഡുമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ലോങ് ടൈം മിഡ് ടൈം ആയിട്ട് 2 കൊല്ലത്തിനുള്ളിൽ മൂന്നാറിൽ ആ സ്ഥലത്ത് ബസ് സ്റ്റാൻഡ് അങ്ങയുടെ ഭരണകാലത്ത് തന്നെ അത് ചെയ്യാൻ കഴിഞ്ഞാൽ വലിയൊരു നേട്ടം. കാരണം വെച്ചാൽ അത് നിതാന്തമായ ഒരു കാര്യമായിരിക്കും. അപ്പൊ അതിന് സാർ, ഈ പഴയ മൂന്നാറിൽ പാർക്കിംഗ് ഏരിയ ഉണ്ടല്ലോ, ഇപ്പോഴും ഉണ്ട്, പക്ഷെ അത് പോരല്ലോ, സഫീഷ്യന്റ് അല്ലല്ലോ. അപ്പോൾ അവിടെ സ്ഥല ലഭ്യത കുറവുണ്ട്. അവിടെ എന്തുകൊണ്ട് നമുക്ക് മൾട്ടി ലെവൽ പാർക്കിങ്ങിനെ കുറിച്ച് ചിന്തിച്ചുകൂടാ? എന്തുകൊണ്ട് ചിന്തിച്ചുകൂടാ? അതാണ് നമ്മുടെ ചോദ്യം. അത് തീർച്ചയായിട്ടും ആവശ്യമല്ലേ. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് മറ്റുള്ള ഏജൻസികളെയും ബന്ധപ്പെട്ട ആളുകളെയും വിളിച്ചുകൂട്ടി, അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയതരമായ ഒരു ഇതരമായ കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് എന്തുകൊണ്ട് പഞ്ചായത്ത് രാജ് ആക്ടിൽ പറയുന്നുണ്ട് പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് വ്യക്തമായ അധികാരങ്ങളും അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങൾ വിളിച്ചുകൊണ്ട് മൂന്നാറിൽ ഒരു ബിസിനസ് മീറ്റ് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് എന്തുകൊണ്ട് നടത്തിക്കൂടാ? നടത്തും. അങ്ങനെ നടത്തിയിട്ട് ഒരു സ്വകാര്യ വ്യക്തികൾ വന്നാൽ നമുക്ക് മൾട്ടി ലെവൽ പാർക്കിംഗ്, ആ പാർക്കിങ്ങിലൂടെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്, അവിടെ പാർക്ക് ചെയ്യുന്നു, 10-100 വണ്ടികൾക്ക് പാർക്ക് ചെയ്യാം. അവിടെ നിന്ന് ഗസ്റ്റുകളെ ഒരു EV വണ്ടിയിൽ കയറ്റി ടൗണിൽ കൊണ്ട് ഇറക്കുക. അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്നു, ചുറ്റിക്കറങ്ങുന്നു, അമ്പലത്തിൽ പോകുന്നു, പള്ളിയിലേക്ക് പോകുന്നു, ബസ്സിലേക്ക്. വളരെ വ്യക്തമാണ് അങ്ങയുടെ. അവിടെ നിന്ന് വീണ്ടും ഇവിടെ തീർച്ചയായിട്ടും വ്യക്തമായ ധാരണയാണ്. ഞാൻ സമയത്തിന്റെ പ്രശ്നമുള്ളതുകൊണ്ടാണ് അതിലേക്ക് മാത്രം. ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം. ഇന്നലെ ഞാൻ KSRTCയുടെ വെഞ്ഞാറമൂട് ഡിപ്പോയിൽ നിന്ന് വന്ന 40 യാത്രക്കാരെ സ്വീകരിച്ചു. എനിക്ക് വളരെ സന്തോഷം. കാര്യം KSRTC മൂന്നാർ ഡിപ്പോ വരെ ആ ബസ് വരികയും അവിടെ നിന്ന് ജീപ്പിൽ കയറ്റി മീശപ്പുലിമലയ്ക്ക് കൊണ്ടുപോകാം. നല്ലതാ. പ്രാദേശികമായിട്ട് 10 ജീപ്പുകാർക്ക് തൊഴിൽ കിട്ടും. ഇതുപോലെ എന്തുകൊണ്ട് വരുന്ന ബാക്കിയുള്ള KSRTC ബസ്സുകളെയും വലിയ ബസ്സുകളെയും ലിങ്ക് ചെയ്താൽ മൂന്നാറിൽ ജീപ്പും ടാക്സി അവർക്ക് ജീവിതമാർഗമായി, ഈ ഗതാഗതക്കുറിപ്പും ഒഴിവാകും. ഉല്ലാസയാത്ര എന്ന് പറഞ്ഞ എത്രയോ ബസ്സുകളാണ് അവിടെ വരുന്നത്. അപ്പൊ അതൊക്കെ ഡബിൾ ഡെക്കർ ബസ് അത് വലിയ ലാഭത്തിലാണല്ലോ പോകുന്നത്. അതിന്റെ തുടക്കമായിട്ട് KSRTCക്ക് ലാഭം വേണം. എന്നാൽ അവിടെ നിൽക്കുന്ന ആയിരക്കണക്കിന് വരുന്ന ജീപ്പ് ഉടമകൾക്കും ഓട്ടോ ഉടമകൾക്കും ടാക്സി ഉടമകൾക്കും ഓട്ടം കിട്ടണം. അതിന് നമുക്കൊരു ടാൻ സമ്പ്രദായം വെച്ച് ഈ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ ആണല്ലോ, അദ്ദേഹവുമായിട്ട് ഒരു ലിങ്ക് ഉണ്ടാക്കി അദ്ദേഹവുമായിട്ട് അങ്ങ് ഒരുപക്ഷെ 4 മാസം കഴിയുമ്പോൾ അങ്ങായിരിക്കണമെന്ന് നിർബന്ധമല്ല, അദ്ദേഹം ആയിരിക്കണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, പക്ഷെ ഇത് തീർച്ചയായിട്ടും ഈ ഇപ്പൊ കിട്ടിയ അദ്ദേഹത്തിന് ഈ മൂന്നാറുമായിട്ട് ബന്ധപ്പെട്ട് ചില പദ്ധതിയൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? അതൊന്ന് അങ്ങേക്കയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്ന് മാത്രം. ഞാൻ ഇപ്പൊ മൂന്നാറിനെ സംബന്ധിച്ച് ഇത് മാത്രമല്ലല്ലോ സാർ, വേറെ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അവരുടെ വിദ്യാഭ്യാസപരമായി ആ പള്ളിക്കൂടത്തിന്റെ ഈ VHSS എന്ന് പറയുന്ന ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പള്ളിക്കൂടം ഉണ്ടല്ലോ, TTI ഉൾപ്പെടെയുള്ള അതിന്റെ ചുറ്റുപാടുമുള്ള സ്ഥലങ്ങൾ മുഴുവൻ കയ്യേറി കഴിഞ്ഞു ആളുകൾ. സാറേ, അത് ഞാൻ 2015 മുതൽ 20 വരെ ആ സ്കൂളിന്റെ മാനേജറാണ്. ഞാൻ പഠിച്ച സ്കൂളാണ്. ഇപ്പൊ 100ാം വാർഷികം ആഘോഷിക്കാൻ പോകുന്നത്. അതെ. ഞാൻ 5 കൊല്ലം മെമ്പറായിരുന്ന സമയത്ത് ആ സ്കൂളിൽ ഏതാണ്ട് ഒരു 5 കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നു. അങ്ങറിയാം, അവിടുത്തെ ഫ്രണ്ടിലുള്ള മുറ്റം ഉൾപ്പെടെയുള്ള അതൊക്കെ ഭംഗിയായിട്ടുണ്ട്. അതിന്റെ ഗേറ്റ് ഒക്കെ നല്ല ഗംഭീരമായിട്ടുണ്ട്. ഗേറ്റ് ഗംഭീരമായിട്ടുണ്ട്. അങ്ങ് പറഞ്ഞ പോലെ പഞ്ചായത്തിന് അത്രയും നല്ല ഗേറ്റ് ഇല്ല, പക്ഷെ സ്കൂളിന് മനോഹരമായിട്ട്. അപ്പൊ അതൊക്കെ ചെയ്യാൻ ഒരു കവാടമൊക്കെ മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ തുടർന്ന് ഈ കഴിഞ്ഞ 5 വർഷം ആ സ്കൂളിന് തിരിഞ്ഞു നോക്കാൻ ആളില്ലാതായി പോയി. അല്ല, അങ്ങയുടെ ശ്രദ്ധയിൽ പഞ്ചായത്തല്ലേ? ഇപ്പൊ പഞ്ചായത്തിനെ സംബന്ധിച്ചോളം ഹൈസ്കൂളുകളിൽ വലിയ കാര്യങ്ങൾ ഇടപെടാൻ ജില്ലാ പഞ്ചായത്താണ് ചെയ്യാൻ പറ്റും. ഇപ്പൊ വീണ്ടും പുതിയ ഭരണസമിതി വന്നിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ അതിന്റെ പ്രപ്പോസൽ കൊടുക്കും, കാര്യങ്ങൾ നടത്തി
സ്കൂളിനെ നന്നാക്കുന്നത്. എന്നാലും ജില്ലാ പഞ്ചായത്തുമായിട്ട് ഇടപെട്ട് പ്രത്യേകിച്ച് ചെയ്യാൻ അങ്ങയുടെ കക്ഷിയിൽപ്പെട്ട ഒരാൾ തന്നെയാണ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ. തീർച്ചയായിട്ടും നല്ല അല്ലേ, നെൽസൺ? ചെറുപ്പക്കാരനാണ്. നെൽസനും അതിനെ കുറിച്ച് ഒത്തിരി നല്ല അനുഭവ സമ്പന്നനാണ്. കാണും. പഞ്ചായത്ത് മെമ്പറായിരുന്നു, ബ്ലോക്ക് പഞ്ചായത്ത് അപ്പൊ അദ്ദേഹത്തെയൊക്കെ ഉപയോഗിച്ച് കുറെ കൂടി സ്കൂളിനെ കൂടി മെച്ചപ്പെടുത്താൻ കഴിയും. അതുപോലെ തന്നെ ശിക്ഷക് സദൻ, കാര്യം കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനമാണെങ്കിൽ പോലും അതിന്റെ ഭരണം കുറച്ചും കൂടി നന്നായി പോകേണ്ടതുണ്ട്. അല്ല, അത് സാറ് ഒരു അധ്യാപകനാണ്. അതെ, സാറ് അധ്യാപകനായിരുന്ന ആളാണ്. അത് ഇപ്പൊ നമ്മൾ ഈ വേദിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അവസ്ഥ എന്താണെന്നും അല്ല, ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ കുഴപ്പങ്ങളിലേക്കല്ല. എന്റെ അങ്ങേക്ക് അറിയാലോ. ഞങ്ങൾ തിരുവനന്തപുരമായി ബേസ് ചെയ്തുകൊണ്ട് മന്ത്രിമാരെ മാത്രമല്ല, കുറെ മൂന്നാറിൽ നിന്ന് പോയ ഒത്തിരി സബ് കളക്ടേഴ്സ്, ബഹുമാനായ രാജമാണിക്യ സാറെ പോലെയുള്ള ആളുകൾ ഇന്ന് റവന്യൂ സെക്രട്ടറിയാണ്. അദ്ദേഹത്തെ സബ് കളക്ടർ ആയിരുന്ന ആളുകൾ. അങ്ങനെ അവിടെ തന്നെ IPS സേതുരാമൻ സാർ കഴിഞ്ഞ ആഴ്ച വന്നിരുന്നു, എന്നെ കണ്ടിരുന്നു. അവർക്കൊക്കെ ഒരുപാട് സ്വപ്നങ്ങളുണ്ട് മൂന്നാറിനെ കുറിച്ചിട്ടുള്ള. അവരുടെ പിന്നിൽ മൂന്നാർ ഹൈറേഞ്ച് വളർച്ച മയ്യം എന്ന് പറഞ്ഞ പേരിൽ നല്ല ഒരു പറ്റം യുവാക്കൾ ഉണ്ട്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയിരിക്കുന്നു അദ്ദേഹം, സേതുരാമൻ സാർ. അദ്ദേഹം പോലീസ് അക്കാദമിയുടെ ഡയറക്ടറാണ് തൃശ്ശൂർ, അല്ലേ? എനിക്കറിയാം, കഴിഞ്ഞ ആഴ്ച കണ്ടിരുന്നു. അപ്പോൾ ഒരു വേദിയിൽ വെച്ച് കണ്ടിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് അവിടെ തമിഴ്, ഇംഗ്ലീഷ്, മലയാളം സാഹിത്യ സംഗമം നടന്നു മൂന്നാറിൽ, ഫോറസ്റ്റ് ഡോർമെറ്ററിയിൽ വെച്ച്. നിസ്സാര കാര്യമല്ല സാർ. ഒരുപക്ഷെ നിങ്ങളെപ്പോലുള്ള ആളുകൾ അധികം ശ്രദ്ധിക്കാത്തൊരു കാര്യമായിരിക്കും. പക്ഷേ മൂന്നാറിൻ്റെ കൾച്ചറുമായി ബന്ധപ്പെട്ട്, മൂന്നാറിൻ്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട്, മൂന്നാറിൻ്റെ മൂന്നാർ ഉണ്ടായ കാലം തൊട്ടുള്ളതിൻ്റെ ചരിത്രം അവിടെ ചകഞ്ഞെടുക്കുകയുണ്ടായി. പക്ഷെ അത്തരം പരിപാടികൾക്കൊക്കെ അങ്ങ് കൂടുതൽ ശ്രദ്ധ കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതിനെ അവഗണിക്കരുത്. ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ എന്റെ മനസ്സിൽ ഇപ്പൊ ഞങ്ങൾക്ക് ഒരു ലൈബ്രറി ഉണ്ട് മൂന്നാർ പഞ്ചായത്തിൽ. ലൈബ്രറി തന്നെ ഉണ്ട്. ലൈബ്രറി ഞാൻ ഇവിടെ പുസ്തകം എവിടെയാണെന്ന് ചോദിച്ചു, ലൈബ്രറി തന്നെ വിളിച്ചു. ഞാൻ ഇടപെടാത്ത മേഖലയില്ല. എനിക്ക് വിട്ടുകിട്ടിയ സ്ഥാപനങ്ങൾ മുഴുവൻ ഈ 10 ദിവസം കൊണ്ട് എൻ്റെ ഉദ്യോഗസ്ഥരെല്ലാം ഒരുമിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള. അപ്പൊ ഞാൻ ലൈബ്രറിനെ വിളിച്ച് ഇവിടെ എത്ര പുസ്തകമുണ്ട്, എത്ര പേരാ വരുന്നത് എന്താന്ന് ചോദിച്ചപ്പോൾ അതിന് ശരിയായ വ്യക്തമായ ഉത്തരങ്ങൾ വരുന്നില്ല. അപ്പോൾ വായനക്കാർ ഒരുപാടുണ്ട്. വായനയിലൂടെ അറിവ് നേടാൻ നമുക്ക് കഴിയും. അതൊക്കെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രാരംഭ LP സ്കൂളുകളാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇപ്പം ഞാൻ ഉദാഹരണം, എനിക്ക് ലോഗിൻ കിട്ടിയപ്പോൾ എൻ്റെ കയ്യിൽ ആദ്യം വന്നത് ഈ സ്കൂളുകളുടെ വൈദ്യുതി ബില്ലാണ് എൻ്റെ ലോഗിനിൽ വന്നത്. ഒരു നിമിഷം പോലും ഞാനത് താമസിപ്പിച്ചില്ല. അപ്പം തന്നെ കന്നിമല അങ്ങ് ഉണ്ടായിരുന്ന കല്ലാർ സ്കൂൾ ഉൾപ്പെടെയുള്ള തീർച്ചയായിട്ടും അതെന്ന് വെച്ചാൽ പഞ്ചായത്തുകൾ കുറെ വർഷങ്ങളായിട്ട്, കഴിഞ്ഞ 10-15 വർഷങ്ങളായിട്ട് അത് പഞ്ചായത്തുകളുടെ കീഴിലാണ് കറണ്ട് ബില്ല്, പ്രത്യേകിച്ച് സർക്കാർ സ്കൂളുകളുടെ. ഇപ്പൊ എയ്ഡഡ് സ്കൂളുകളുടെ അങ്ങനെയാണെന്ന് തോന്നുന്നു, അല്ലേ? മറ്റേ എയ്ഡഡ് സ്കൂളിനില്ല, ഞങ്ങൾ കൊണ്ടുവന്ന സ്കീമാണ് ജില്ലാ പഞ്ചായത്തിൽ ആദ്യമായിട്ട് കൊണ്ടുവന്നത്. അതായത് പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ PTA ആണ് അടയ്ക്കുന്നത്. അവർക്ക് ഭീമമായ തുക വരും. ഇത് കറണ്ട് ബില്ല്, വെള്ളക്കറം, അതുപോലെ തന്നെ ടെലിഫോൺ ബില്ല്, ഈ 3 ബില്ലുകളും കൊടുക്കാൻ അങ്ങ് തീരുമാനിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ അതാത് ഓരോ ക്വാർട്ടറിൽ കൃത്യമായിട്ട് നമ്മൾ. ഈ മൂന്നാറിനെ സംബന്ധിച്ച് സർക്കാർ സ്കൂളുകളുടെ എണ്ണം വളരെ കുറവാണ്, നമുക്കറിയാം, വളരെ കുറവാണ്. UP സ്കൂളുകളാണെങ്കിൽ 3-4 ഉള്ളൂ, ഹൈസ്കൂളുകളാണെങ്കിൽ 3 ഒക്കെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് പഞ്ചായത്തിനെ സംബന്ധിച്ച് കഴിയുന്നത്ര സഹായം വിദ്യാഭ്യാസ മേഖലയ്ക്ക് ചെയ്യാൻ കഴിയും. തീർച്ചയായിട്ടും അങ്ങനെ അത് മാറ്റിവെക്കേണ്ട കാര്യമില്ല. കാരണം ബാക്കിയുള്ള എയ്ഡഡ് സ്കൂളുകളാണ്, ടാറ്റയുടെ സ്കൂളുകളാണ് LP സ്കൂളുകൾ എന്നുള്ളതുകൊണ്ട് വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ അതെ, അതുകൊണ്ട് കഴിയുന്നത്ര ഫണ്ട്, ഉള്ള ഫണ്ട് അങ്ങ് പല വേദികളിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ജില്ലാ പഞ്ചായത്തിലിരിക്കുമ്പോഴും SLC കുട്ടികൾക്ക് ക്യാഷ് അവാർഡ് ഉൾപ്പെടെയുള്ള എൻ്റെ ഹോണറേറിയത്തിൽ നിന്ന് കൊടുത്തുകൊണ്ട് അന്ന് പക്ഷേ ഇന്ന് പഞ്ചായത്തിന്റെ ഫണ്ടുകളിൽ നിന്ന് കൊടുക്കാം. വിദ്യാഭ്യാസത്തിലൂടെ മൂന്നാറിനെ ഇത്രയും വഷളാക്കിയത്, അല്ലെങ്കിൽ മൂന്നാറിന് ഇത്രയും ഭൂപ്രശ്നങ്ങൾ നിയമക്കുരുക്കിൽ ചാടിച്ചത് പുറമേ നിന്ന് വന്ന ഉദ്യോഗസ്ഥരുടെ ഓരോരോ തെറ്റിദ്ധാരണയുടെ പുറത്തൊക്കെയാണ്. അപ്പോൾ മൂന്നാറിനെ കുറിച്ച് അറിയാവുന്ന, മൂന്നാറിൽ ജനിച്ചു വളർന്ന ആളുകൾ ഓരോ സർക്കാർ ഓഫീസിലും, എല്ലാവരും IAS ആകണമെന്നല്ല ആഗ്രഹമില്ല, പക്ഷെ ഒരു LD എങ്കിലും അല്ലെങ്കിൽ ഒരു ക്ലാസ് 4 എങ്കിലും അവിടെ ഉണ്ടാകണം. തീർച്ചയായിട്ടും സാർ നമ്മൾ 2-3 കൂട്ടം കാര്യങ്ങളോടെ സമയത്തിന്റെ പരിമിതി കൊണ്ട് നമുക്കത് ചെയ്യണം സാർ. അതുകൊണ്ടാണ് സാർ വന്യമൃഗശല്യം മൂന്നാറിനെ സംബന്ധിച്ചിടത്തോളം വളരെ പെട്ടെന്ന് സാർ മറുപടി പറഞ്ഞ് നമുക്ക് അടുത്തതിലേക്ക് കടക്കണം. അതുകൊണ്ടാണ് വന്യമൃഗശല്യം കൂടിക്കൂടി വരികയാണ്. എന്താണ് പഞ്ചായത്തിന് ചെയ്യാനുള്ളത്? ഇത് പഞ്ചായത്തിന് ചെയ്യാൻ എന്ത് ചെയ്യാൻ കഴിയും? പഞ്ചായത്തിന് വന്യമൃഗങ്ങൾക്ക് എതിരായിട്ട് നീങ്ങാൻ പറ്റുമോ? നമ്മളെ സംബന്ധിച്ചിടത്തോളം തോട്ട മേഖലയിൽ ഈ ഫോറസ്റ്റുകാരെ സംഘടിപ്പിച്ചുകൂടെ? ഫോറസ്റ്റിനോട് നമുക്ക് ഒരു നടത്താം, ഒരു ഗവൺമെന്റ് ധരിപ്പിക്കാം. ഇപ്പൊ ഞങ്ങൾ ചെയ്തിരിക്കുന്നത്, ഞങ്ങൾക്ക് അവിടെ മാലിന്യ പ്ലാന്റ് ഉണ്ട്, അവിടെ സോളാർ ഫെൻസിങ് സ്ഥാപിച്ചുകൊണ്ട് കാര്യം മാലിന്യത്തിലൂടെ ആ വന്യമൃഗങ്ങൾ വന്ന് ഭക്ഷണം കഴിച്ച് ആന ഉൾപ്പെടെയുള്ള പ്ലാസ്റ്റിക് കഴിക്കുന്ന അത് ഒഴിവാക്കാൻ വേണ്ടി അത് വലിയ ജനശ്രദ്ധ നേടിയതും. പശുക്കളെ പിടിച്ച് തിന്നുകയാണല്ലോ.
കടുവ ഇതിപ്പോ കുറച്ച് കഴിയുമ്പോൾ മനുഷ്യരെ പിടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരിക. അതുപോലെ ഈ പടയപ്പ ആനയോടൊക്കെ എല്ലാവർക്കും സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷെ ആന മൂന്നാർ ടൗണിൽ നിന്ന് പോകുന്നില്ലല്ലോ സാർ. ഒന്നില്ല. അതെ, പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് പഞ്ചായത്ത് നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് എന്താ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കും. വന്യമൃഗശല്യം വലിയ ഒരു അതെ, ഇതായിട്ട് തന്നെ നോക്കണം. പിന്നെ പ്രധാനമായിട്ട് നമുക്കൊരു ക്ലീൻ സിറ്റി വേണം സാർ. Yes, sir. നമ്മൾ മൂന്നാറിനെ സംബന്ധിച്ച് നമ്മുടെ പുഴ, നമ്മുടെ നല്ല നമ്മുടെ മുതിരപ്പുഴയാറുണ്ടല്ലോ. ഈ മൂന്നാറിന് പേര് വന്നു തന്നെ 3 പുഴ, അങ്ങേ അവിടെ ജനിച്ചു വളർന്ന ആളോട് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല. ആ പുഴയുടെ സംഗമം, അത് കഴിഞ്ഞിട്ടുള്ള ഒഴുക്ക്, അവിടെയൊക്കെ വല്ലാതെ മാലിന്യ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ പുഴയുടെ മാലിന്യം, ഒപ്പം തന്നെ ഓടകളുടെ മാലിന്യം, പിന്നെ ടൗണിന്റെ ശുചിത്വം, ഇത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടും എന്ന് തീർച്ചയായിട്ടും. അതായത് നമുക്ക് മൂന്നാറിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്, ഏതൊരു പഞ്ചായത്തിലില്ല, ഞാൻ കണ്ടിട്ടില്ല. 67 തൊഴിലാളികളാണ് ഈ ശുചിത്വവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്. അതുകൂടാണ്ട് അനുബന്ധമായിട്ട് 7 സൂപ്പർവൈസർമാർ, 3 ഡ്രൈവർമാർ, രാവിലെ 7 മണിക്ക് തുടങ്ങുന്ന പാവങ്ങൾ പണി. എന്നുവെച്ചാൽ മൂന്നാറിന് കപ്പാസിറ്റി കൂടുതൽ വരുന്ന വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ള ഉണ്ടാക്കുന്ന ഫ്ലോട്ടിംഗ് മാലിന്യമാണ് നമുക്ക് കൂടുതൽ വരുന്നത്. ഒരു ദിവസം 5 ടണ്ണായിരിക്കും, പിറ്റേ ദിവസം 20 ടണ്ണാകും. അവധി ദിവസങ്ങളിൽ കൂടും. എന്നാലും ഞങ്ങൾ കൊണ്ട് അത് സെഗ്രിഗേറ്റ് ചെയ്ത് ചെയ്യുന്നു. അത് ഈ ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ വരുന്നതുകൊണ്ടാണ്. അത് സംസ്കരണം നടത്തിക്കൊണ്ട് ഫുഡ് വേസ്റ്റ് കേരളത്തിൽ എവിടെ ഏത് പഞ്ചായത്തിലും എടുക്കുന്നില്ല. ഭക്ഷണ വേസ്റ്റുകൾ ദിവസം കളക്ട് ചെയ്യുന്ന ഒരു പഞ്ചായത്ത് മൂന്നാർ പഞ്ചായത്താണ്. ഒരു ദിവസം 4-5 ടൺ മേടിച്ചുകൊണ്ട് ഞങ്ങൾ അത് വളം ഉണ്ടാക്കുക. സംസ്കരിക്കാനുള്ള പ്ലാന്റ് ഉണ്ട്, സംസ്കരിക്കുക, അത് വളം ഉണ്ടാക്കുക. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് മറ്റ് തരംതിരിച്ചുകൊണ്ട് വാങ്ങിച്ചുകൊണ്ട് ലെഗസി വേസ്റ്റ് ആയിട്ട് കൊടുക്കുക. അത് കുറേ പഞ്ചായത്തിലേക്ക് ലാഭം. എന്നിരുന്നാൽ പോലും പ്ലാൻ ഫണ്ട് എടുത്തുകൊണ്ടാണ് പഞ്ചായത്തിൽ റോഡുകൾ ഇടാനും സർക്കാർ കൊടുക്കുന്ന ഫണ്ടാണ്. ഒരു വർഷത്തിൽ 1 കോടി മുതൽ 1.5 കോടി രൂപ ഇവർക്ക് ശമ്പളം കൊടുത്തുകൊണ്ട്, പാവങ്ങൾക്ക് ശമ്പളം കൊടുത്തുകൊണ്ട് ആ തൊഴിലാളികളെ ഒരാളും ചെയ്യില്ല. തീർച്ചയായിട്ടും അതിനകത്തും സാറിന്റെ ഒരു മോണിറ്ററിംഗ് ഉണ്ടാവും. നമ്മുടെ സൈലന്റ് വാലി റൂട്ടിൽ ഒരു പൊതു ശ്മശാനം, ആ ഒരു ക്രിമിറ്റോറിയം പ്രവർത്തിക്കുന്നത് പഞ്ചായത്തിന്റെ, അത് ഇപ്പോൾ പ്രവർത്തനക്ഷമമാണോ സാർ? ഉണ്ട് അല്ലേ? അതിന്റെ പ്രവർത്തനം വളരെ കാര്യക്ഷമമായി നടന്നു. എന്റെ മനസ്സിലുണ്ട്. അത് നല്ലൊരു പൂക്കളൊക്കെ പിടിപ്പിച്ച് മോടി പിടിപ്പിച്ചുകൊണ്ട് ഒരു പാട്ടൊക്കെ ഉണ്ട്, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പാടുന്ന. അത് ഒരു മനസ്സിലുണ്ട്. ഏതായാലും അത് ഷോർട്ട് ടേം പീരീഡ്, ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ തന്നെ. ഒരു കാലത്ത് അത് നിർമ്മിച്ച് എടുത്ത സമയത്ത് വളരെ മനോഹരമായിരുന്നു. ഇനി അത് തീർച്ചയായും അല്ലേ, ആളുകൾക്ക് മരിക്കാൻ തോന്നുമായിരുന്നു അവരാണ് അത് കാണുമേ എന്ന് പറഞ്ഞാൽ. അതുപോലത്തെ ഭംഗിയായിട്ട് കിടന്നിരുന്നു. അത് പിന്നീട് വളരെ മോശമായി പോയി. അപ്പൊ അത്തരം കാര്യങ്ങൾ ഞാൻ വിദ്യാഭ്യാസ കാര്യങ്ങളിലേക്ക് ഒന്നും കടക്കുന്നില്ല, സമയത്തിന്റെ പരിമിതി മൂലമാണ്. കാരണം നമ്മുടെ സമയം കഴിഞ്ഞു എന്നുള്ളതുകൊണ്ടാണ്. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ അങ്ങ് ഇടപെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കൂടുതൽ ആരോഗ്യ കാര്യങ്ങൾ മൂന്നാറിനെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്യാതെ പോയ അക്ഷന്തമയമായ തെറ്റാണത്. മൂന്നാറിൽ ഒരു GH ഹോസ്പിറ്റൽ കഴിഞ്ഞാലേ സാർ, പിന്നെ ചിത്രപുരത്ത് വരണം, പിന്നെ വേറെ ഹോസ്പിറ്റലില്ല. അപ്പോൾ അതിനകത്ത് ഈ ഹോമിയോ പോലുള്ള ചികിത്സകൾ അവിടെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ആശുപത്രിയില്ല. അപ്പോൾ നല്ലൊരു ആശുപത്രിക്ക് വേണ്ട ഒരു സൗകര്യവും കൂടി പഞ്ചായത്തിന് എത്രമാത്രം ചെയ്യാൻ കഴിയുന്ന എനിക്ക് ആശങ്ക. സബ് സെന്ററുകളും PHC മാത്രമേ അതെ ചെയ്യാൻ പറ്റും. അത് അത്യാവശ്യ കാര്യങ്ങൾ. പിന്നെ ഏതായാലും ഞങ്ങൾ തീരുമാനമെടുത്ത് സർക്കാരിനെ അറിയിച്ച് പഞ്ചായത്തിന്റെ ഇടപെടലുണ്ട്. ആദ്യം അതിന് സ്ഥലം കണ്ടെത്തണം പ്രധാനമായിട്ട്. പിന്നെ മറ്റൊന്ന്, ഈ ആർട്സ് കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്, കുഴപ്പമില്ല. ആർട്സ് കോളേജ് വളരെ പരിതാപകരമായ അതിന് സ്ഥലം കണ്ടെത്തിയിട്ടുണ്ടല്ലേ? സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രവർത്തനം ആരംഭിക്കും. അവിടെ പണി ആരംഭിച്ചതായിട്ടുള്ള അറിയാവോ? ഇല്ലല്ല, പണി ആരംഭിച്ചില്ല. അതിനകത്തൊക്കെ അങ്ങ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഇതിനകത്തൊക്കെ വലിയ സാധ്യതയുണ്ട് സാർ. കാരണം ഒരു കാരണവശാലും വിട്ടുകൊടുക്കരുത്. അങ്ങയുടെ ഭരണത്തിന് കീഴിൽ ഇന്ന കാര്യങ്ങൾ മൂന്നാറിൽ വന്നു, അതൊക്കെ നിതാന്തമായിട്ടുണ്ടാവുന്ന കാര്യങ്ങളാണല്ലോ. ഒരു ഇനി ഇടിഞ്ഞാടി പോകാത്ത രീതിയിൽ നമ്മൾ അന്നൊക്കെ ആർട്സ് കോളേജിന്റെ ബിൽഡിംഗ് അവിടെ കൊണ്ടുപോയി വെക്കുമ്പോൾ തന്നെ അറിയാം ആ മണ്ണിന് യാതൊരു ബലമില്ലാത്ത മണ്ണാണെന്നും അതവിടെ ഇരിക്കില്ലെന്നൊക്കെ. പക്ഷെ ഇനിയെങ്കിലും പണിയുമ്പോൾ അതിന് പറ്റിയ നിരപ്പുള്ള മണ്ണ് കണ്ടെത്തി, കാരണം അതാണെന്ന് തോന്നുന്നു, അത് കണ്ടെത്തിയിട്ട് അങ്ങോട്ട് നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്കാം, മറയൂർ പോകുന്ന വഴിക്കാണല്ലോ. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഒക്കെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന നിലയിൽ മൂന്നാറിനെ കുറെ കൂടി ശക്തമായി ലോക ഭൂപടത്തിൽ അടയാളപ്പെടുത്താൻ വരുന്ന 5 വർഷം കൊണ്ട് കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുക. ഇല്ലേ? കരുത്തുറ്റ ഒരു പ്രസിഡന്റായി, ഒരുപക്ഷെ അങ്ങേ ഈ തവണത്തെ പോലെ കഴിഞ്ഞ തവണത്തെ പോലെ 5 വർഷം മാറുന്ന പ്രസിഡന്റ് അല്ലല്ലോ, അല്ലെ? ഉറപ്പുള്ള 5 വർഷം ഇരിക്കുന്ന ഒരു പ്രസിഡന്റാണ്. അപ്പോൾ ആ പ്രസിഡന്റ് എന്ന നിലയിൽ തീർച്ചയായിട്ടും അതെ, അല്ല അത് അങ്ങനെ സമ്മതിക്കുമായിരിക്കും എന്നാണ് പ്രതീക്ഷ. അങ്ങനെ സമ്മതിക്കുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ മൂന്നാർ പോലുള്ളൊരു പഞ്ചായത്ത് ഒരു പക്ഷേ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ പഞ്ചായത്തുകളിൽ ഒന്നായിരുന്നു കുറച്ചു കാലം മുമ്പ് വരെ. ഇപ്പൊ അത് കുമളിയായി മാറിയിട്ടുണ്ട്. അപ്പൊ ഈ മൂന്നാർ എന്ന് പറയുന്ന ഒരു വലിയ പഞ്ചായത്തിന്റെ ഒരു സാരഥി എന്ന നിലയിൽ ആളുകളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്ന, ആളുകളെ ശ്രദ്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ഇന്നോവേറ്റീവായ ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അങ്ങേക്ക് പോലുള്ള ഒരുപാട് ആളുകളുടെ ഉപദേശം തേടിക്കൊണ്ട്
ഞാൻ അതിൻ്റെ പണിപ്പുറയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. എന്ത് തന്നെയാലും മൂന്നാറിൽ അതാണ് എല്ലാ രാഷ്ട്രീയ നേതാക്കളെയും ഞാൻ നേരിട്ട് ചെന്ന് കണ്ടു, അവരുടെ ഓഫീസിൽ ചെന്ന് കണ്ടു. എൻ്റെ പാർട്ടിയുടെ അറിവോടും സമൂഹത്തോടും കൂടി ചെന്ന് നാനാതുറകളിൽപ്പെട്ട ആളുകൾ. നമുക്ക് രാഷ്ട്രീയമൊക്കെ മറക്കാം. ഇപ്പോൾ നമുക്ക് രാഷ്ട്രീയമല്ല വേണ്ടത്, മൂന്നാറിൻ്റെ വികസനമാണ് വേണ്ടത്. അത് ആര് ചെയ്തതെന്നല്ല, നമുക്ക് നമ്മുടെ ജനങ്ങളുടെ തോട്ടം തൊഴിലാളികൾക്കും വരുന്ന വിനോദസഞ്ചാരികൾക്കും മൂന്നാറിനെ ഒരു നല്ല മാതൃക സിറ്റിയായി കാണിക്കുക. തീർച്ചയായിട്ടും അതിനൊരു കൺവെർജൻസ് വേണം സാർ. ഈ കൺവെർജൻസ് എന്ന് പറയുന്നത് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും കോർത്തിണക്കി തോട്ടം തൊഴിലാളികളുടെ പ്രതിനിധികളെ, ടാറ്റ പോലുള്ള നമ്മുടെ KDH കമ്പനിയുമായിട്ടുള്ള അവരുടെ പ്രതിനിധികളെ ഇല്ലേ, അവരുടെ സഹായം കിട്ടും. അങ്ങനെ സമൂഹത്തിന്റെ സാംസ്കാരിക മേഖലയുള്ളവരെ വിളിക്കണം. അത് പലപ്പോഴും വിട്ടുപോകും, അത് പാടില്ല. അപ്പൊ സാംസ്കാരിക രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ വിജക്ഷണന്മാരെ, സേവ് മൂന്നാർ ഫോറത്തെ എന്ന് വേണ്ട ഇങ്ങനെയുള്ള എല്ലാവരെയും കൂടി സംഘടിപ്പിച്ചുകൊണ്ട് ഒരു പ്രാതിനിധ്യം ഉറപ്പാക്കിക്കൊണ്ട് മൂന്നാറിന്റെ പൂർണ്ണമായ വളർച്ചയ്ക്ക് വേണ്ടി ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കി. ഒരു മിനിറ്റ് കൂടെ, മാലിന്യത്തിനെ സംബന്ധിച്ച് ഞങ്ങൾ വീണ്ടും പഴയ ക്ലീൻ മൂന്നാർ, ഗ്രീൻ മൂന്നാർ എന്നുള്ള ആശയം പൊതുജന പങ്കാളിത്തത്തോടു കൂടി പഞ്ചായത്തും പുറത്തിറങ്ങിക്കൊണ്ട് എല്ലാ ശനിയാഴ്ചകളിലും സന്നദ്ധ സംഘടന ക്ലീനിങ് അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാരംഭ പ്രവർത്തനം കൂടി ആരംഭിച്ചിട്ടുണ്ട്. താമസിയാതെ തന്നെ അതിനും കൂടി ഞങ്ങൾക്ക് റിസൾട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ പ്രവർത്തനത്തെക്കുറിച്ച് ഒന്ന് വിലയിരുത്താൻ സമയമായിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരു ഘട്ടം ഘട്ടമായി വരുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ തരത്തിലുള്ള ഇടപെടലുകളും ഉണ്ടാകും. തീർച്ചയായിട്ടും ഒത്തിരി നന്ദിയുണ്ട് സാർ. ഈ തിരക്കിനിടയിൽ ഇപ്പൊ അധികാരത്തിൽ വന്നിട്ട് അധികം നേരം നാളായില്ല, അതിനു മുമ്പ് തന്നെ ഈ മൂന്നാറിനെ സംബന്ധിച്ച് വ്യക്തമായൊരു കാഴ്ചപ്പാട് അങ്ങ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അങ്ങേക്ക് അത് ചെയ്യുവാനുള്ള എല്ലാ ഭാഗ്യവും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമസ്കാരം. താങ്ക് യു. അനവധിയായ കാര്യങ്ങൾ മൂന്നാറിൽ ഇനിയും ചെയ്യാൻ ബാക്കി. പുതിയ പ്രസിഡന്റിന് അതുമായി ബന്ധപ്പെട്ട് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. 5 വർഷത്തിനുള്ളിൽ അനവധിയായ കാര്യങ്ങൾ ചെയ്യുമെന്ന് തന്നെയാണ് അദ്ദേഹം ഉറച്ചു പറയുന്നത്. ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞാൽ മൂന്നാർ ഇന്നത്തെ ദയനീയ അവസ്ഥയിൽ നിന്നും കരകയറും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നന്ദി, നമസ്കാരം.